ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻ്റർലോക്ക് കട്ടകൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 5 മോൾഡുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് മോൾഡുകൾ കേട്ടോ. ഇതിൻ്റെ ഡിസൈനുകൾ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈന്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണേ നമുക്ക് ഒന്ന് നോക്കി കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്നുണ്ടെങ്കിൽ ഈ വയ്ക്കാൻ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു വാട്ടർ ലെവൽ ചെക്ക് ചെയ്യണം. കറക്റ്റ് ലെവലിലാണോ ഇരിക്കണതെന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സർഫസിലാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സർഫസിൽ നമ്മൾ ഇത് വാട്ടർ ലെവലിൽ കറക്റ്റ് വാട്ടർ ലെവലിലാണോന്ന് ചെക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ടൈല് വെച്ചിരിക്കുകയാണ്. ആ ടൈല് വയ്ക്കുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിങ്ങനെ വെച്ചു. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ലെവൽ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ വാട്ടർ ലെവലിൽ സെൻറ്ററിൽ നിൽക്കുള്ളൂ. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ സാധനം സെൻറ്ററിലാണ് നിൽക്കുന്നത്. കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് ഇതിനനുസരിച്ച് കല്ലൊന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്തോരം ഹൈറ്റിലുണ്ടാവും. ഇത് അപ്പോൾ ആ സൈഡാണ് പൊന്താനുള്ളത്. അപ്പോൾ നമ്മൾ പൊന്താൻ വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും പാത്രം വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെവലിൽ ഇതുണ്ടാവും. അതിപ്പോൾ സെൻറ്ററിലായി. അതിനുവേണ്ടി നമ്മൾ ഇത് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇത് ഗ്രൗട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സാധനത്തിൻ്റെ ഷേപ്പ് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു ടൈം മാത്രം ഇത് വെച്ച് നോക്കിയാൽ മതി. പിന്നെ അതിൻ്റെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്താണെങ്കിൽ ഗ്രൗട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ ഇങ്ങനത്തെ പാത്രമാണ് എടുക്കുന്നത്. 4 പാത്രത്തിന് പ്ലസ് ഒരു കളർ. നമ്മൾ ഉദ്ദേശിക്കുന്ന കളറ് ബ്ലാക്ക് കളറാണ് കട്ടയ്ക്ക് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് 4 പാത്രം എടുക്കാൻ പോവാണ്. അത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൻ്റെ ലെവലിൽ എടുക്കുക. അപ്പോൾ നമ്മൾ 5 എണ്ണം ഇത് എടുക്കുന്നുണ്ട്. ടോട്ടൽ 4 സിമെൻറ്റും പ്ലസ് ഒരു ബ്ലാക്ക് കളറാണ് എടുക്കാൻ പോകുന്നത്. അതിന് റെഡ് ഓക്സൈഡ് ഉണ്ട്, ബ്ലാക്ക് ഓക്സൈഡ് ഉണ്ട്. നമുക്ക് സിമെൻറ്റ് വരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങാനേ കിട്ടും. നമ്മളെ പട്ടി ഭയങ്കര കുറയാട്ടോ. പട്ടി ഭയങ്കര പ്രശ്നക്കാരനാണ്. അത് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഈ സിമെൻറ്റിൽ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്സൈഡാണ് മിക്സ് ചെയ്യുക. റെഡ് കളർ വേണമെങ്കിൽ റെഡ് ഓക്സൈഡ്, ബ്ലാക്ക് കളർ വേണമെങ്കിൽ ബ്ലാക്ക് ഓക്സൈഡ്. അങ്ങനെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 4 പാത്രത്തോളം സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രം, ഈ പാത്രത്തിൻ്റെ അളവിൽ നമ്മൾ റെഡ് ഓക്സൈഡ് അല്ല, നമ്മൾ ബ്ലാക്ക് കളർ ഉദ്ദേശിച്ചുകൊണ്ട് ബ്ലാക്ക് ഓക്സൈഡാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലായിട്ട് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഈ കളറിൽ കാണുന്നതാണ്, ഇതാണ് ബ്ലാക്ക് ഓക്സൈഡ് എന്ന് പറയുന്ന സംഭവം. ഇതിന് 160 രൂപയാണ് എൻ്റെ നിന്ന് വാങ്ങിച്ചത്. ഈഗിൾ എന്ന് പറയുന്ന കമ്പനിയിലാണ്. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ എടുക്കാൻ പോവാം കേട്ടോ. ഇതുണ്ടോ, ഇതാണ് ബ്ലാക്ക് ഓക്സൈഡ്. അപ്പോൾ നമ്മൾ ഇതിലിട്ട് മിക്സ് ചെയ്യാൻ പോവാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യണം. കണ്ടമാനം വെള്ളം ആഡ് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രോട്ടിൽ നിന്ന് ഒരു കട്ടേറ്റിരിക്കും. ഇതാണ് ശരിക്കും ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരിക. ഇതാണ് കറക്റ്റ് എന്താ പറയുക, നല്ല മിനുസത്തിലിരിക്കേണ്ട സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ അധികം വെള്ളം ഒഴിച്ചിട്ട് കട്ടയാക്കി ഭയങ്കര ലൂസാക്കി എടുത്തു കഴിഞ്ഞാൽ ഷേപ്പ് ആവാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ വെള്ളം ഒഴിച്ച് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി സെറ്റാക്കേണ്ടതുണ്ട്. വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം വീണ്ടും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ തേച്ച് കൊടുക്കണം. ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് അതിന് വേണ്ടി ഓയിൽ വാങ്ങേണ്ട കാര്യമില്ല. നമ്മുടെ കാറൊക്കെ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ വേസ്റ്റ് ഓയിൽ വരില്ലേ, ആ ഓയിൽ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇത് വരും. അപ്പോൾ അതെടുത്തിട്ട് ഇത് നന്നായി തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ അതിൻ്റെ എന്താ പറയുക ഔട്ടർ സൈഡ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് വിട്ടും പോരല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് എടുക്കുക, ജസ്റ്റ് നന്നായിട്ട് ഇതിൽ തേച്ച് കൊടുക്കുക. ആദ്യത്തെ വട്ടം ഞാൻ ചെയ്യുന്ന സമയത്ത് അധികം തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. തേച്ച് കൊടുത്തില്ലെങ്കിൽ ഈ അഡ്ജസ്റ്റൊക്കെ പൊട്ടാനുള്ള ചാൻസസ്, എന്നാൽ ചെറിയ രീതിയിൽ പൊട്ടുമ്പോൾ അതിൻ്റെ ഭംഗി പോകുമല്ലോ. നന്നായി തേച്ച് കൊടുത്താൽ മാത്രമാണ് സിമ്പിളായിട്ട് ഇത് ഊരി പോരുള്ളൂ. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് തേച്ച് കൊടുക്കുക. ഇതിൻ്റെ എല്ലാ സൈഡും, അടിയിൽ മാത്രമല്ല എല്ലാ സൈഡുകളും കറക്റ്റായിട്ട് തേച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ 5 എണ്ണം ഉണ്ട്. 5 എണ്ണത്തിന് നമ്മൾ പെർഫെക്റ്റായിട്ട് തേച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വാട്ടർ ലെവൽ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് വാട്ടർ ലെവലിൽ ഇരിക്കണം, എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം കിട്ടുള്ളൂ.
ഇങ്ങനെ വെച്ച് കൊടുക്കാം, ഇങ്ങനെ വെച്ച് കൊടുക്കാം, അത് നമ്മുടെ ഇഷ്ടം മാതിരി. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് അപ്പോൾ നമുക്ക് ഗ്രൗട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രൗട്ട് ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞാലാണ് ശരിക്കും സെറ്റ് ആവുള്ളൂ. അപ്പോൾ അടുത്ത ഇതിൻ്റെ മേലെ കൂടെ സിമെൻറ്റ് സെറ്റിങ് ഒഴിക്കാനായിട്ട് നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്ക് ഈക്വലായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇത് വെക്കുക മാതിരി എല്ലാ എഡ്ജസിലേക്കും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഷേപ്പ് പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക പെർഫെക്ഷൻ കറക്റ്റായിട്ട് വരും. അല്ല നമ്മളെ പിന്നെ അത് കഴിഞ്ഞാൽ അധികം മൂവ്മെൻ്റ് ഇതിന് വരില്ല. കറക്റ്റ് സെൻറ്ററിൽ വെക്കുകയാണെങ്കിൽ ഇതും ഇങ്ങനെ ഒഴിച്ചു എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക എല്ലാം കറക്റ്റായിട്ട് വരും. ഇപ്പോൾ കുറച്ചും കൂടി മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ ഭയങ്കരമായിട്ട് സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ സ്ലോലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാരണമാണ് ഇത്ര സ്ലോ ആയിട്ട് സമയം എടുക്കുന്നത്. അല്ലെങ്കിൽ വേഗത്തിൽ ഒരു വട്ടം ചെയ്ത് രണ്ടാമത്തെ വട്ടം ആകുമ്പോഴേക്കും നമ്മളിതിൽ മാസ്റ്റേഴ്സ് ആവും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നല്ല ലെവൽ ചെയ്ത് കൊടുക്കുക. ഒന്ന് നോക്കണം ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ എല്ലാം കറക്റ്റായിട്ട് ഡയറക്ഷനിൽ എത്തിയില്ലേ എന്നുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇനി സിമെൻറ്റ് മിക്സ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിമെൻറ്റ് മിക്സിങ് റേഷ്യോ എന്ന് പറയുന്നത് 3:2:1. അപ്പോൾ 3 കൊട്ട എൻ്റെ കൊട്ടയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പാത്രമാണ് എടുക്കുന്നത്. 3 കൊട്ട ബേബി മെറ്റൽ എടുക്കുകയാണെങ്കിൽ 2 കൊട്ട നമ്മുടെ മണലെടുക്കണം, 1 കൊട്ട സിമെൻറ്റ് എടുക്കണം എന്ന റേഷ്യോയിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബേബി മെറ്റൽ നമ്മളൊരു 1500 രൂപയ്ക്ക് ഒരു ചെറിയ എയ്സ് വണ്ടിയിൽ നമ്മൾ ബേബി മെറ്റൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ 3 കൊട്ട എടുക്കാൻ പോവാണ്. അപ്പോൾ ഈ മണൽ എന്ന് പറയുന്നത് നമ്മുടെ വീട് പണിക്ക് ഉപയോഗിച്ച മണലാട്ടോ. അതിൻ്റെ ബാക്കി മണൽ കിടക്കുന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ കരടൊക്കെ മാറ്റി കളയണം. പഴയതായതുകൊണ്ട് തന്നെ കുറച്ച് അതിൻ്റെ ഉള്ളിൽ കരടുകളും പുല്ലിൻ്റെ മുളച്ചതിൻ്റെ ഈ പറഞ്ഞ വേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മൾ സിമെൻറ്റ് മിക്സ് ചെയ്യാണ് കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കണം സിമെൻറ്റ് എല്ലാ ഭാഗത്തേക്കും എത്താനായിട്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കുക സെൻറ്ററിൽ. അതെല്ലാം പെയിൻറ്റിൽ ഈ സിമെൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒഴിച്ചാലുണ്ട് ഗ്രൗട്ട് ഉണ്ടായിരുന്നതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തന്നെയാണ് ഫസ്റ്റ് എടുക്കുന്നത് കേട്ടോ. കുറച്ച് കളറും കിട്ടിക്കോട്ടെ. എല്ലാം അഴുക്കുണ്ടെങ്കിൽ എടുത്ത് കളയാം. കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അപ്പോൾ നമ്മുടെ കേസിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മേലേക്ക് ഇടാം. അപ്പോൾ മേലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഫിനിഷിങ്ങിൽ ആ ഗ്രൗട്ടിൻ്റെ മേലെ കൂടെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ അതിൻ്റെ ഫിനിഷിങ് ഇത്തിരി മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഗ്രൗട്ട് ഒഴിച്ചിട്ട്. ഇനി നമ്മൾ ചട്ടിയിൽ എടുത്തുകൊണ്ട് പോയിട്ട് അതിൽ ഒഴിച്ച് ലെവൽ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ചെറുതായിട്ട് സെറ്റായിട്ടുണ്ട്. ഫുൾ സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ മിക്സ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന സിമെൻറ്റ് അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ.
അപ്പോൾ നമ്മൾ കുറച്ചിടുക. അത് കഴിഞ്ഞ് നമ്മളൊരു കൊലര് എന്താണെങ്കിൽ നിങ്ങളുടെ ഉള്ളത് ഇത് ഉപയോഗിച്ച് വല്ല അഴുക്കാണെങ്കിൽ എടുത്ത് കളയാട്ടോ. അപ്പോൾ എല്ലാ സൈഡിലേക്ക് ആക്കാം കേട്ടോ. കുത്തി അങ്ങനെ കൊടുക്കേണ്ട കേസില്ല. നമ്മൾ അങ്ങനത്തെ ഒരു ഇഷ്ടികയല്ലല്ലോ ഉണ്ടാക്കുന്നത്. പെർഫെക്റ്റ്ലി എല്ലാ സൈഡിലേക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മളിതിങ്ങനെ ഇട്ട് കൊടുക്കുക. കച്ചറയ്ക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കളയണം കേട്ടോ. അത് നമ്മുടെ ഇപ്പോൾ കുഴപ്പമുണ്ടാവില്ല. കുറച്ച് ആളായിട്ടുണ്ടെങ്കിൽ കച്ചറയ്ക്ക് ഉണ്ടെങ്കിൽ പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുക. അത് ശരിക്കും കറക്റ്റായിട്ട് ഫില്ലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കണ്ടില്ലേ, ഇനി കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇട്ട് സെറ്റാക്കാണ്. ഫസ്റ്റ് കോർണറുകളൊക്കെ കറക്റ്റ് ലെവലിലാക്കണം കേട്ടോ. നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പരിപാടി നമ്മൾ അച്ഛൻ്റെ ഉള്ളിൽ റെഡി ആക്കിയിട്ടുണ്ട് സിമെൻറ്റ്. ഇനി നമുക്ക് 24 മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കണം സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിത് എടുത്തിട്ട് ഒരു 7 ദിവസത്തോളം വെള്ളത്തിലിട്ട് വെക്കണം. എന്നാലാണ് ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നല്ല സ്ട്രെങ്ത് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ലെവൽ ചെയ്തിട്ട് വാട്ടർ ലെവലൊക്കെ വെച്ച് ചെക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന ലെവലിൽ നമ്മൾ പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇനി നമുക്ക് നാളെ ഇത് തുറന്ന് നോക്കാം. ഇതിൻ്റെ എങ്ങനെ ഉണ്ടാവും റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 24 മണിക്കൂർ കറക്റ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായ മാതിരി അത് നോക്കാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ വിചാരിച്ച രീതിയിലായിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ 6 എണ്ണം ഓൾമോസ്റ്റ് സെറ്റാണ്. അത് ഓപ്പൺ ചെയ്യാനായിട്ട് അടിയിൽ കോൺക്രീറ്റ് ഉള്ള ടൈറ്റ് ആയിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ തേച്ചത് കൊണ്ട് നല്ല സ്മൂത്തായിട്ട് പോരുന്നുണ്ട്. ഇനി അത് വിട്ടു പോകേണ്ട കാര്യമാണ് കറക്റ്റായിട്ട് നോക്കേണ്ടത്. നമുക്ക് കുടഞ്ഞു നോക്കാം. ഓയിൽ തേച്ചുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് നല്ല സ്പീഡിൽ വിട്ടു പോരുന്നുണ്ട്. ഒരു സൈഡ് കറക്റ്റാണ്, ഒരു സൈഡ് കറക്റ്റായിട്ട് പോരുന്നുണ്ട്. രണ്ടാമത്തെ സൈഡ് കൂടി പെർഫെക്റ്റ്. ഓയിൽ തേച്ചുകൊണ്ട് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഡാമേജ് ഇല്ലാത്ത നല്ല സൂപ്പർ പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. കളറും സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് കളർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതും പെർഫെക്റ്റ്. ചെറുതായിട്ട് കളർ ഇവിടെ മിസ്സായി പോയിട്ടുണ്ട്.
ആദ്യം നമുക്ക് ഈ 5 കട്ടയും കൊണ്ടായിട്ട് ഈ 5 കട്ടകളും വെള്ളത്തിലിട്ടിട്ട് ഒരു 7 ദിവസം വെക്കണം. എന്നാലാണ് കറക്റ്റ് ഫിറ്റായിട്ട് കിട്ടുള്ളൂ. എത്ര മേക്കിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞ 7 ദിവസം ഇനി ഇതിലിട്ട് വെക്കണം കേട്ടോ, നല്ല സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട്. 5 കട്ടകൾ നമ്മൾ വെള്ളത്തിൽ വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇതിനുള്ള മെയിനായിട്ട് കാര്യം, നമ്മൾ പെർഫെക്ഷൻ ചെയ്യാനായിട്ട് ആദ്യത്തെ വട്ടം തന്നെ എല്ലാം കറക്റ്റായിട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. ഒരു 3-4 വട്ടം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ വിചാരിച്ച ഷേപ്പ്, എങ്ങനെയാണ് ഷേപ്പ് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും.